നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം വളരെയേറെ പ്രാധാന്യമുള്ള ജ്യോതിശാസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ്. സംഖ്യാശാസ്ത്രം എല്ലാവർക്കും ഫലം ചെയ്യാറുണ്ട്. എന്നാൽ പലരും അതിന്റെ ഫലം എന്തൊക്കെയാണ് എന്ന് അറിയുന്നില്ല. സംഖ്യകൾ നമുക്ക് അനുകൂലമാവുകയാണെങ്കിൽ അത് ഗുണത്തെ ചെയ്യുന്നതാണ്. അത് നമ്മളുടെ മൊബൈലിന്റെ സംഖ്യകളായാലും നമ്മുടെ വാഹനത്തിന്റെ സംഖ്യയായാലും നാം തിരഞ്ഞെടുക്കുന്ന ശുഭ ദിവസങ്ങളുടെ സംഖ്യയായാലും നമുക്ക് അനുകൂലമാണെങ്കിൽ അതിലൂടെ അനുകൂല ഫലത്തെ ലഭിക്കുകയും മറിച്ച് പ്രതികൂലമാണ് എങ്കിൽ പ്രതികൂല ഫലത്തെയും ലഭിക്കും. അതുകൊണ്ട് തന്നെ സംഖ്യാശാസ്ത്രം വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. പലരും അറിയുന്നില്ല എന്ന് മാത്രം. ഓരോ നാളുകാർക്കും നക്ഷത്രപ്രകാരം ഒരു ഭാഗ്യസംഖ്യ ഉണ്ട്. ഈ ഭാഗ്യസംഖ്യ അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നേട്ടങ്ങൾ നമുക്ക് ഇരട്ടിയാക്കാനായിട്ട് സാധിക്കും. ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും സംഖ്യകൾക്ക് പ്രാധാന്യമുണ്ട്. നാം ഒരു സംഖ്യയിൽ ജനിക്കുന്നത് തന്നെ, അതായത് ഏത് തീയതിയിലാണോ ജനിക്കുന്നത് ആ തീയതി എന്നുള്ളത്, ഇന്ന തീയതിയിൽ ജനിക്കണം എന്നുള്ളത് ദൈവഹിതമാണ്. സംഖ്യാശാസ്ത്രത്തിന് പല സ്ഥലങ്ങളിലും പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. വിദേശ രാജ്യങ്ങളിലുമൊക്കെ സംഖ്യാശാസ്ത്രം വളരെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. നമ്മുടെ ഫോൺ നമ്പർ തിരഞ്ഞെടുക്കുമ്പോഴും വാഹനത്തിന്റെ നമ്പർ തിരഞ്ഞെടുക്കുമ്പോഴും ഒക്കെ അതിലെ നമ്പറുകൾ നമ്മളുടെ ഭാഗ്യ നമ്പറുകളാണോ, പ്രതികൂല നമ്പറുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ആകെ തുക നമ്മുടെ ഭാഗ്യ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്നൊക്കെ പലരും ഇപ്പോഴും നോക്കാറുണ്ട്. എൻ്റെ അടുത്ത് അത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ഓരോരുത്തർ ചോദിക്കാറുണ്ട്. കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ബന്ധപ്പെടാറുമുണ്ട്. അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള ഫലങ്ങളും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വസ്തുത. ഓരോ സംഖ്യയ്ക്കും അതിൻ്റെതായിട്ടുള്ള ശക്തിയുണ്ട്. ഇത്തരം ഭാഗ്യസംഖ്യകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സ്പന്ദനവും ശക്തിയും ഒക്കെ ഉണ്ടെന്നാണ് സംഖ്യാശാസ്ത്രം പറയുന്നത്. ജ്യോതിഷപ്രകാരം 27 നക്ഷത്രക്കാർക്കും ഓരോ ഭാഗ്യസംഖ്യയുണ്ട്. ജന്മനക്ഷത്രത്തിന്റെ സവിശേഷത അനുസരിച്ച് ഒരു വ്യക്തിയുടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. വാഹന നമ്പർ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന പാസ്വേഡുകൾ, ഇതൊക്കെ ജന്മസംഖ്യ അനുസരിച്ച് നമുക്ക് അനുകൂല സംഖ്യയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കൂടുതൽ ഗുണത്തെ ലഭിക്കും. മൊബൈൽ നമ്പറിന്റെ ആകെത്തുക, വാഹനത്തിന്റെ നമ്പറിന്റെ ആകെത്തുക, ഇതൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുകൂടാതെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പാസ്വേഡുകളൊക്കെ നമുക്ക് നല്ല അനുകൂല സംഖ്യയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ഗുണങ്ങൾ ഉണ്ടാകും എന്നാണ് സംഖ്യാശാസ്ത്രം പറയുന്നത്. നമുക്കിനി ഓരോ നക്ഷത്രക്കാരുടെയും ഭാഗ്യസംഖ്യയെ ഒന്ന് കണക്കുകൂട്ടാം. ഓരോ നക്ഷത്രക്കാരുടെയും പ്രത്യേകം ഒന്ന് പറഞ്ഞു പോകാം. അശ്വതി, മകം, മൂലം എന്നീ നക്ഷത്രക്കാർക്ക് നക്ഷത്രപ്രകാരം ഭാഗ്യസംഖ്യ 7 ഭരണി, പൂരം, പൂരാടം എന്നീ നക്ഷത്രക്കാർക്ക് ഭാഗ്യസംഖ്യ നക്ഷത്രപ്രകാരം 9 കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്ക് നക്ഷത്രപ്രകാരം ഭാഗ്യസംഖ്യ 1 രോഹിണി, അത്തം, തിരുവോണം എന്നീ നക്ഷത്രക്കാർക്ക് നക്ഷത്രപ്രകാരം ഭാഗ്യസംഖ്യ 2 മകയിരം, ചിത്തിര, അവിട്ടം എന്നീ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 6 തിരുവാതിര, ചോതി, ചതയം എന്നീ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 4 പുണർദം, വിശാഖം, പൂരിട്ടാതി എന്നീ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഭാഗ്യസംഖ്യ 3 പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 8 ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 5 ഈ നക്ഷത്ര ഭാഗ്യസംഖ്യകളെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സംഖ്യകൾ തിരഞ്ഞെടുക്കുക. അത് മൊബൈൽ ആയാലും മറ്റ് എന്ത് തരത്തിലുള്ള സംഖ്യാപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഈ കാര്യങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക. മാറ്റം വളരെ വലുതായിരിക്കും. നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചും കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങിയ ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.